ഡിബേറ്റിന് ശേഷം എല്ലാവരും ചേർന്ന് 6 പേരെ തിരഞ്ഞെടുക്കുന്നു. അവർ 3 പേര് വീതമുള്ള 2 ഗ്രൂപ്പുകളാവുന്നു. എ, ബി എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകൾ. എ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഒണീല്, നെവിൻ, ജിസേൽ. ബി ഗ്രൂപ്പിൽ അഭിലാഷ്, അനുമോള്, നമ്മുടെ ശൈത്യ. അപ്പോൾ ബിഗ് ബോസ് അടുത്ത ഘട്ടത്തിൽ പറയാണ്, ഇവർ ചർച്ച ചെയ്തിട്ട് 10-15 സെക്കൻഡ് കൊടുക്കുകയാണ്. ചർച്ച ചെയ്തിട്ട് പെട്ടെന്ന് ഇതിൽ ഒരാളെ അവർ പുറത്താക്കണം ഈ ഇതിൽ നിന്ന്. അപ്പോൾ ചർച്ച ചെയ്ത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ബിഗ് ബോസ് മറ്റു കുടുംബാംഗങ്ങളോട് ആലോചിച്ചിട്ട് ഒരാളെ പുറത്താക്കാൻ തീരുമാനിക്കാൻ പറയുന്നു. എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ടീം ബിയിൽ നിന്ന് അനുമോളും എയിൽ നിന്ന് ഒണീലിനെ പുറത്താക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഒണീലും പുറത്താവുന്നു, അനുമോളും പുറത്താവുന്നു. അതിനൊരു ഒരു ഒരു പ്രതീകമെന്ന നിലയിൽ ബിഗ് ബോസ് ഇവരുടെ ഫോട്ടോ കത്തിക്കാൻ പറയാണ്. അപ്പോൾ അനുമോളുടെ കയ്യിൽ കൊടുത്തിരുന്ന ഫോട്ടോ അനുമോൾ കൊണ്ടവിടെ വയ്ക്കുന്നു, കത്തിക്കുന്നു. അപ്പോഴാണ് കരയുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ഫോട്ടോ കത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെനിക്ക് ഓവർ ഡ്രാമയായിട്ടാണ് തോന്നിയത്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു ടാസ്കിൽ ഒരു ഫോട്ടോ കത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുമോ? അത് ഭയങ്കര ഓവർ ഡ്രാമയായിട്ട് തോന്നി. ഇനി റിയലായിട്ട് അനുമോൾ കരഞ്ഞാണെങ്കിൽ അത്രയും എന്താ പറയുക ദുർബലമായിട്ടുള്ള ഒരാളാണോ അനുമോൾ എന്ന് തോന്നിപ്പോയി. ഒണീലിൻ്റെ ഫോട്ടോ കൂളായിട്ട് വന്നിട്ട് നെവിനും ജിസേലും കൂടെ കത്തിച്ചു. നെവിനാണ് കൂടുതൽ കത്തിച്ചത്. ജിസേലിന് ഒണീലിനെ കത്തിക്കാൻ ഒരു മടി പോലെ. അതേസമയത്ത് അഭിലാഷും ശൈത്യയും ചേർന്ന് അനുമോളുടെ ഫോട്ടോയും കത്തിച്ചു. ഇതിനിടയിൽ അനുമോള് ആര്യൻ ചിരിച്ചപ്പോൾ കളിയാക്കരുത് ചിരിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തു. ആര്യനും തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ബർ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നാടകീയമായ രംഗങ്ങൾ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടിലെ ഏകാധിപതികളെ, സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് പുരോഗമിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.